ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനില്ലാണ്ട് നാടകം കളിച്ചിരുന്ന ആളാണ്. ഞാൻ സ്കൂളിൽ നാടകം കളിച്ചിട്ട് 7ാം ക്ലാസ്സിലേറ്റ പഠിക്കുമ്പോഴാണ് നാടകം പഠിപ്പിക്കാൻ പറ്റുന്ന ഡയറക്ടർക്ക് ചാരായം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ചാരായം മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു പൈസ ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ മേടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ അവൻ മുതിർന്ന എല്ലാവരുടെ കൂടെ കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ മേടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പൈസ കൊണ്ടുതന്ന് അവൻ്റെ ചാരായം മേടിക്കാൻ പൈസ കൊടുത്ത് മേടിച്ച് ഡയറക്ടർ പഠിപ്പിച്ച് നാടകമൊക്കെ കളിച്ച് റിഹേഴ്സൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു ഞങ്ങളെ നാടകക്കാരെ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവൻ്റെ അമ്മ പൈസ കൊണ്ടുതന്നെ അമ്മ ശകുന്തള നിൽക്കണ പോലെ നിൽക്കുക, ഒരു കഷത്തിൽ കുടമായിട്ട് നിൽക്കേ. അവിടെ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കുടം മേടിക്കുമ്പോൾ 2 കുടം മേടിക്കില്ല, ഒരെണ്ണം ചളുക്കി വിറ്റിട്ടാണ് ഇവൻ പൈസ കൊണ്ടുവന്നത്. ആ നാടകത്തിൻ്റെ റിസൾട്ട് അപ്പം അവിടെ ഓഫീസിൽ വെച്ച് അറിഞ്ഞു ഞങ്ങൾക്ക്. പിന്നെ നാടകം കളിച്ചിട്ട് പ്രൈസ് കിട്ടാൻ ഞങ്ങൾക്ക് സെക്കൻഡായിരുന്നു. വഴക്കുണ്ടാക്കി പ്രശ്നമായി. അവിടുത്തെ ജഡ്ജസ് സാർമാർ തന്നെയല്ലേ, അത് പറ്റില്ല, ഞങ്ങൾക്ക് നല്ല ജഡ്ജസ് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ജഡ്ജസിനെ കൊണ്ടുവന്നിട്ട് നാടകം കളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 4ാം സ്ഥാനം, സെക്കൻഡായിരുന്നു ഞങ്ങൾക്ക് ആദ്യമേ. അപ്പം അതെൻ്റെ സാറ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനതൊക്കെ ഓർക്കണത്.